നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. 2026 LPG വിലയിൽ സർക്കാർ വലിയൊരു കുറവ് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾക്ക് ഇത് നേരിട്ട് ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? ആർക്കെല്ലാം ഇത് ഗുണം ചെയ്യും? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാം വിശദമായി നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. LPG വില കുറച്ചതിന്റെ പ്രധാന കാരണം അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവിലയിൽ ഉണ്ടായ ഇടിവ്. പണപ്പെരുപ്പവും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ കുടുംബങ്ങളുടെ ഭാരം കുറയ്ക്കുക എന്ന സർക്കാർ ലക്ഷ്യമാണിത്. ശുദ്ധമായ പാചക ഇന്ധനം കൂടുതൽ ആളുകൾ ഉപയോഗിക്കണമെന്നുള്ള ഉദ്ദേശവും എനർജറ്റിക്ക എഫിഷ്യൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങളാണിത്. പുതിയ LPG വിലകൾ 2026 ജനുവരി 1 മുതൽ എങ്ങനെയായിരിക്കും? 14.2 കിലോഗ്രാം ഗാർഹിക LPG മുൻപ് 1050 ആണെങ്കിൽ പുതിയ വില 950 ആയിരിക്കും. 19 കിലോഗ്രാം വാണിജ്യ LPG മുൻപ് 1800 ആണെങ്കിൽ പുതിയ വില 1650 ആയിരിക്കും. പഹൽ സബ്സിഡി സിലിണ്ടർ യോഗ്യർക്ക് മുൻപ് 500 രൂപയ്ക്ക് ലഭിച്ചിരുന്ന സിലിണ്ടർ ഇനി 450 രൂപയ്ക്കായിരിക്കും ലഭിക്കുക. ഇതുകൊണ്ട് കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന പ്രയോജനങ്ങൾ: ഓരോ സിലിണ്ടറിലും നേരിട്ടുള്ള ലാഭം 100 രൂപയായിരിക്കും. പഹൽ ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയിലൂടെ കൂടുതൽ ലാഭം 50 രൂപയും. പ്രതിമാസ ബഡ്ജറ്റിൽ സ്ഥിരതയും ചെലവ് കുറയും. ഗ്രാമപ്രദേശങ്ങളിലും പിന്നാക്ക കുടുംബങ്ങളിലും ഗ്യാസ് ഉപയോഗം കൂടുതൽ ലഭ്യമായി മാറും. പുക കൂടാതെ ശുദ്ധമായ പാചകത്തിനാണ് പ്രോത്സാഹനം ഏറെയാകുന്നത്. ചെറിയ ബിസിനസ്സുകൾക്കും ഹോട്ടലുകൾക്കും ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞതിലൂടെ പ്രവർത്തന ചെലവ് കുറയും. ചെറുകിട റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് നേരിട്ടുള്ള ലാഭം ലഭിക്കും. ഭക്ഷണവിലയിൽ ചെറിയൊരു പോസിറ്റീവ് സ്വാധീനത്തിനും സാധ്യതയുണ്ടാകും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: LPG വിലയും ലഭ്യതയും ഔദ്യോഗിക പോർട്ടലുകൾ വഴിയും വിതരണക്കാരിൽ നിന്നുമെല്ലാം പരിശോധിക്കുക. സബ്സിഡി ലഭിക്കുന്നവർ ബാങ്ക് അക്കൗണ്ട് ശരിയായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും KYC അപ്ഡേറ്റ് ആണോ എന്നും ഉറപ്പാക്കുക. സബ്സിഡി തുക തടസ്സമില്ലാതെ അക്കൗണ്ടിൽ വരുന്നുണ്ടോ ഇടയ്ക്കിടെ പരിശോധിക്കുക. സിലിണ്ടർ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പാത്രങ്ങൾക്ക് മൂടി ഉപയോഗിക്കുക. തീ അനാവശ്യമായി ഉയർത്താതെ മിതമായി വെക്കുക. ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കുക. അടുക്കളയിൽ ശരിയായ വായുമാറ്റം ഉറപ്പാക്കുക. ഗ്യാസ് ഉപയോഗം ചിരവച്ച് ആസൂത്രണം ചെയ്താൽ ഒരു സിലിണ്ടറിന്റെ ആയുസ് 25 മുതൽ 30 ദിവസമായി നീട്ടാനാകും. LPG വിലക്കുറവ് ഒരു സാമ്പത്തിക വാർത്ത മാത്രമല്ല, സാധാരണ കുടുംബങ്ങൾക്കും ചെറിയ വ്യാപാരികൾക്കും യഥാർത്ഥ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ്. പ്രതിമാസ ചെലവിൽ നേരിട്ടുള്ള കുറവുണ്ടാകുകയും ശുദ്ധ ഊർജം കൂടുതൽ ആളുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര വിപണി അനുസരിച്ച് വീണ്ടും മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ വിലക്കുറവ് സാധാരണക്കാർക്ക് വലിയൊരു പിന്തുണയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്